ക്ലൈമാക്സ് പോയി. അതേപോലെയുള്ള എല്ലാ വരുമ്പരായികളും എഴുത്തുകാരും സംവിധായകരും അതിനെയാണ് നൈസായിട്ട് കൈയൊഴിയ. നിനക്ക് എന്തോ ചോദിക്കാറുണ്ടല്ലോ, നീ ലിഫ്റ്റിൽ നിന്ന് ചോദിച്ചോളൂ എന്തോ പറഞ്ഞ അല്ല, അത് നാട്ടുകാരെ കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള കട്ട് ചെയ്യിപ്പിച്ചത്. അപ്പൊ പ്രസ് മീറ്റ് വിളിച്ച് അത് വിളിച്ചു പറയോ. ക്ലൈമാക്സ് പോയി. ചോദിക്കാതെ ഇഷ്ടമുള്ള ചോദിക്കാം, അങ്ങനെയൊന്നുമില്ല. സാധാരണക്കാരായ ചായക്കടക്കാരെ രണ്ട് വാക്കുകൊണ്ട് നിങ്ങൾ ഏറെ കയറ്റിയവരാണ്. ഒന്ന് രതീഷ്, ഒന്ന് ചിത്രകുപ്തൻ. ഈ സിനിമയിലൂടെ നിങ്ങൾ എന്താണ് ഓഡിയൻസ് അല്ലെങ്കിൽ ആരെയാണ് ഏറെ കേൾക്കാൻ? അതിൽ നിങ്ങൾ എഴുത്തുകാരാണ്, ഇതിൽ നിങ്ങൾ അഭിനേതാക്കളാണ്. അതേപോലെയുള്ള എല്ലാ വരുമ്പരായികളും എഴുത്തുകാരും സംവിധായകരും അതിനെയാണ് നൈസായിട്ട് കൈയൊഴിയ. നിനക്ക് എന്തോ ചോദിക്കാറുണ്ടല്ലോ, നീ ലിഫ്റ്റിൽ നിന്ന് ചോദിച്ചോളൂ എന്തോ പറഞ്ഞ പടം കണ്ട മാത്രമല്ല, അവൻ അടുത്ത ഷോയിങ് ഉണ്ട്. അടുത്ത ഷോയിങ്ങിന്റെ ഓഡിയൻസ് വരുന്നത് അവൻ ജെന്യുവിനായിട്ട് ചോദിച്ചിട്ട് എന്നോട് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ട് സാധനം സെറ്റാണ്, ഓക്കെയാണ്, ധൈര്യമായിട്ടിരുന്നോ എന്ന് പറഞ്ഞ് താങ്ക് യു. കണ്ടോ, ഇത് വേറൊരു വ്യക്തിയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള വേറൊരു വ്യക്തിയാണ്. നമ്മളോട് പറഞ്ഞെങ്കിലും ക്യാമറ പറയാത്തോണ്ട് അവന് വേണ്ടി ഇവൻ പറഞ്ഞു. ഞാനും വിഷ്ണു ഒരു കാര്യം പറയട്ടെ, ഞങ്ങള് രണ്ടുപേരും കൊറോണ സമയം മുതൽ 2-3 സ്ക്രിപ്റ്റുകൾ റെഡിയാക്കി ഓൾറെഡി വെച്ചിരിക്കുകയാണ്. ഒരിക്കലും ഞങ്ങളുടെ അഭിനയം കൊണ്ടിട്ട് ഞങ്ങളുടെ എഴുത്തിൽ ഒരു ഉഴപ്പും അല്ലെങ്കിൽ ഇതുവരെ വേണ്ടാന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഇപ്പോഴും ഞങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 3ഓളം സ്ക്രിപ്റ്റുകൾ ഞങ്ങൾ തീർത്തു വെച്ചിരിക്കുകയാണ്. പക്ഷെ ആർട്ടിസ്റ്റുകളുടെ പുറകെയാണ്, അവരുടെ ഡേറ്റിന്റെ ഇഷ്യൂ, ഈ പറയുന്ന എല്ലാവരും തിരക്കിലാണ്, വലിയ താരങ്ങളാണ്, അതുകൊണ്ടിട്ട് മാത്രമാണ് ഡിലേ. ഈ കൊല്ലം എന്തായാലും ഒരു സിനിമ അനൗൺസ് ചെയ്യുമെന്ന് എന്റെ വിഷ്ണുവിന്റെ ബിബിൻ ജോർജ് വിഷ്ണു ഡിവിഷന്റെ തിരക്കഥയിൽ ഒരു സിനിമ ഉണ്ടാവും. ഇല്ല, സംവിധാനത്തിലില്ല, മുടിയൊക്കെ ഇപ്പൊ വന്നേ ഉള്ളൂ തിരിച്ച്. അതുകൊണ്ട് ഇപ്പൊ തൽക്കാല സംവിധാനത്തിലേക്ക് ഞാനില്ല. നീ ഉണ്ടോ? പറഞ്ഞല്ലോ വലിയ താരങ്ങളാണെന്നത്. ഇപ്പൊ വലിയ താരങ്ങൾ ഇല്ലെങ്കിൽ സിനിമ വിജയിപ്പിക്കാൻ പാടാണെന്ന് തോന്നിയോ? അങ്ങനെയല്ല, നമ്മള് എഴുതിയ വലിയ താരമായിരുന്നു. അല്ല, നമ്മൾ എഴുതിയ പടത്തിൽ നമ്മൾ തന്നെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അതങ്ങനെയല്ല, ഇപ്പൊ എഴുതിയേക്കുന്ന സ്ക്രിപ്റ്റ് പക്ഷെ നമുക്ക് തന്നെ ചെയ്യാന്ന് പറയുന്ന പോലത്തെ പരിപാടിയല്ല. അത് കഥയും ആ കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്ന ആൾക്കാർ തന്നെ വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നോണ്ടാണ് വൈകുന്നത്. അതിന്റെ പ്രൊഡ്യൂസർ ഓബിളേട്ടൻ മരിച്ചു പോയതുകൊണ്ട് അതിങ്ങനെ ഒരു അനിശ്ചിതത്വത്തിലാണ്. നല്ല സിനിമയായിരുന്നു, പക്ഷെ എന്തൊക്കെയോ അതിന്റെ ഇഷ്യൂസ് തീർക്കാനുണ്ടെന്നുള്ള പടം. നിങ്ങൾ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മള് മലയാള സിനിമയില് നിങ്ങളെ ഉറപ്പായിട്ടും ചോദിക്കേണ്ട ഒരാളാണ് ആരതി മേഡം. കാരണം സിനിമയിലൊരു ഫീമെയിൽ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് അങ്ങനെ അധികം ഒരുപാട് നമ്മൾ പേര് കേട്ടിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ചെയ്യുന്നിട്ടുണ്ടെങ്കിലും ഒരുപാട് നമ്മൾ കേൾക്കാത്ത ഒരാളാണ്. അപ്പൊ ഒരു ഫീമെയിൽ പ്രൊഡ്യൂസർ അവരൊരു ഈ ഒരു ഉദ്യമത്തിന് വേണ്ടി ഇറങ്ങുക, ഒരു ഹ്യൂമർ സബ്ജക്റ്റ് എടുക്കുക, അതിനുവേണ്ടി തിയേറ്ററുകളെല്ലാം ഞങ്ങൾ പ്രൊമോഷന് പോവുക, എല്ലാ കാര്യങ്ങളും അവർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും അവരോടും ഒന്ന് കൺസിഡർ ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ്. അപ്പം എന്തായാലും ഇപ്പം നമ്മൾ ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, ഒരു കൂട്ടായ്മയുടെ എഫേർട്ടാണ്. അപ്പം ഇങ്ങനൊരു സബ്ജക്റ്റ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്? ആക്ച്വലി ഇത് ഫസ്റ്റ് ഞാൻ ഈ ഒരു സബ്ജക്റ്റ് കേൾക്കുമ്പോൾ ഏകദേശം ഇപ്പോഴൊന്നും അല്ല, കുറേ പുറകോട്ട് പോകണം. അപ്പം അന്ന് ഒരു ജസ്റ്റ് കണ്ടന്റ് മാത്രം കേട്ടു.
അതിനകത്ത് അന്നേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഓക്കെ അന്ന് ഇത് ഇത്രയും നമ്മൾ ഈ പറയുന്ന ഇതിനകത്തൊരു കോൺട്രവേഴ്ഷ്യൽ എലമെന്റ് ഒന്നും അത്രയും ഇതായിട്ടില്ല, റെലവൻസ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഓക്കെ അത് പിന്നീടാണ് അത് കൂടുതലായിട്ട് വന്നത്. പക്ഷെ എങ്കിൽ പോലും അങ്ങനെ ചിന്തിച്ചല്ലോ, അത് നല്ലൊരു പോയിന്റ് ആണല്ലോ, എന്തുകൊണ്ടാണ് ആരും ഇതുവരെ ഇങ്ങനൊരു സിനിമ ചെയ്തില്ല, ഇതൊക്കെ ചൂണ്ടിക്കാട്ടി ആരും ഇങ്ങനൊരു സിനിമ ചെയ്തില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരിക്കലും കരുതിയില്ല അതിന്റെ പ്രൊഡ്യൂസറായി ഞാൻ തന്നെ വരുന്നത്. ഒരു സുഹൃത്ത് കഥ പറയുന്ന പോലെ ഒരു ബഞ്ച് ഓഫ് ഡയറക്ടേഴ്സ് ബഞ്ച് ഓഫ് റൈറ്റേഴ്സ് ഇങ്ങനെ ഇരുന്ന് അവര് ഇതിനെ പറ്റി ഡിസ്കഷൻ ചെയ്തു. ഞാൻ അതിലേക്ക് ഇൻവോൾവ്മെന്റ് ആയതാണ്. അപ്പോ ഈ കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ക്ലിക്കായി. അപ്പോഴും ഞാൻ ചിന്തിച്ചില്ല ഓക്കെ അത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് കറങ്ങി അത് എന്റെ തലയിൽ തന്നെ വരുമെന്ന് ഞാൻ കരുതിയില്ല. വന്നപ്പോ ആക്ച്വലി വിഷ്ണു ആൻഡ് ബിബിൻ ജോർജ് എന്നുള്ള ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇങ്ങനൊരു കോമഡി, നേരത്തെ പറഞ്ഞ പോലെ കോമഡി ഒരു സബ്ജക്ട് അവർ ചെയ്തിട്ടില്ല, സീരിയസ് സബ്ജക്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ലത് സെപ്പറേറ്റ് ആയിട്ടാണ് അവർ ഓരോ നല്ല നല്ല പ്രൊജക്ട്സ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കഥയ്ക്ക് ഒരുപാട് ആർട്ടിസ്റ്റിനെ, ഞാൻ സത്യമായിട്ടും പറയാണ്, ഒരുപാട് ആർട്ടിസ്റ്റിനെ ഞാനും ചോദിച്ചു ഇവർ വേണോ അവർ വേണോ അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുമല്ലോ ഡെഫിനറ്റ്ലി. പക്ഷേ ഡയറക്ടേഴ്സിന്റെ 2 പേർക്കും ഈ ചോയ്സ് മാറ്റാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് അത് ഫിക്സ്ഡ് ആയിരുന്നു. അവരുടെ മൈൻഡിൽ വിഷ്ണു ബിബിൻ അല്ലാതെ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ ആരും ആപ്റ്റ് അല്ല എന്നവർ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അത് ഞാൻ അവരെ ഇരുത്തിക്കൊണ്ട് പോയിട്ടല്ല, ഇത് ഫാക്റ്റ് ആയ ഒരു കാര്യമാണ്. ബിക്കോസ് അങ്ങനല്ല, നമുക്ക് തോന്നുമല്ലോ ആസ് എ പ്രൊഡ്യൂസർ ഞാൻ പല എലമെന്റ്സും കാര്യങ്ങളും എല്ലാം വിചാരിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഫ്രാങ്ക് ആയിട്ട് പറയണം. പക്ഷേ അവർ ആ കഥാപാത്രത്തിൽ എത്രത്തോളം ഡെപ്ത് ആയിട്ട് അനലൈസ് ചെയ്ത് ഈ ഓരോ ക്യാരക്ടറിനും അത്രയും വാല്യൂ കൊടുത്തിട്ട് ഇല്ല എന്റെ ജിൻഡോ ഇതാണ്, അല്ലെങ്കിൽ എന്റെ അന്ന് അജേഷും വിജേഷും ആയിരുന്നു, നമ്മൾ പിന്നെ ചേഞ്ച് ചെയ്ത് പേര്. അതെനിക്ക് ഇപ്പോഴും ആ പേര് ഓർമ്മയുണ്ട്, ബിക്കോസ് ഐ വാസ് ഇൻവോൾവ് വെരി മച്ച്. അതുകൊണ്ടാണ്. അപ്പോ ജിൻഡോ ജിജോ ഇവര് തന്നെയാണ് എന്നവര് വ്യക്തമായിട്ട് പറയും. പിന്നെ അതിൽ ഓരോരോ എലമെന്റ്സ് ആഡ് ചെയ്ത് വന്നു. പിന്നെ മാത്രമല്ല നമ്മുടെ ഡയറക്ടേഴ്സിനോടൊപ്പം തന്നെ ആക്ടേഴ്സായ വിഷ്ണു ആൻഡ് ബിബിനും അവരും ഈ കഥയിൽ ഒരുപാട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് മാറി നിന്ന് ഓക്കെ കഥ പറയാം, ഞാൻ പിന്നെ വന്ന് ഷൂട്ട് ചെയ്യാം, അങ്ങനത്തെ ഒരു ഇതല്ലായിരുന്നു. അതാണ് മെയിൻലി ഇതിലേക്ക് എനിക്ക് വരാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നിയത്. അവരുടെ ഇൻവോൾവ്മെന്റ് 100% ഉണ്ട്. പിന്നെ ആർട്ടിസ്റ്റ് ആയ ലാലു ചേട്ടൻ, അശോകൻ ചേട്ടൻ, പിന്നെ അലൻസിയർ, ഒരുപാട് ആർട്ടിസ്റ്റ് ഉള്ള ഒരു ഫിലിം. അപ്പം ഒരു നിഷാൻ സാഗർ, സച്ചിൻ, ധർമ്മജൻ ചേട്ടൻ, ബാലാജി മിസ് ചെയ്തോ ഇല്ല ഓക്കെ. അപ്പൊ ഇത്രയും ഒരു ആർട്ടിസ്റ്റ് ഉള്ള ഒരു പടം ചെയ്യാനായിട്ട് എനിക്ക് ഭാഗ്യം കിട്ടിയതിൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ബിക്കോസ് ഇറ്റ്സ് മൈ ഫസ്റ്റ് വെഞ്ചർ. പിന്നെ അതിനോടൊപ്പം തന്നെ എനിക്ക് കൂടെ പ്രൊഡക്ഷനിൽ എൻ്റെ കൂടെ വന്നിട്ടും ശശിയേട്ടൻ ആയിക്കോട്ടെ, നമിത് ആയിക്കോട്ടെ, സ്വാസ് മൂവീസ് ആയിക്കോട്ടെ, അവരെല്ലാം എൻ്റെ കൂടെ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലേഡി പ്രൊഡ്യൂസർ ആണ് എന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് ഉള്ളതെല്ലാം മെയിലാണ്. അവരുടെ സപ്പോർട്ട് എനിക്ക് നല്ലോണം ഉണ്ട്. അത് ഞാൻ എടുത്തു പറയാതിരുന്നു കഴിഞ്ഞാൽ ഓക്കെ ഞാൻ ലേഡി പ്രൊഡ്യൂസറാണ്, ഞാൻ ഇവിടെ വന്നു, ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തു, ഇങ്ങനെയൊന്നും പറയാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ബിക്കോസ് ഈ ഇൻഡസ്ട്രി എന്നെ നല്ല രീതിക്ക് വെൽക്കം ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇതുവരെയും ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല. അതിപ്പം അസോസിയേഷൻ ആയിക്കോട്ടെ, ഫെഫ്ക ആയിക്കോട്ടെ, അവിടെ അതെല്ലാം എനിക്ക് നല്ല സപ്പോർട്ടാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭാവിയിൽ അറിയിക്കും. അല്ല അതുപോലെ ചോദിക്കാൻ കാര്യം പറ്റുന്നില്ല, കാരണം വെച്ചാൽ എന്താ വരാനുണ്ടോ ചോദിക്കാൻ കാരണം ഇതിനു മുമ്പുണ്ടായ ഇഷ്യൂസിൽ ഒരുപാടുണ്ട്. ആദ്യമായി വരുന്ന പ്രൊഡ്യൂസേഴ്സ് പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എങ്ങോട്ടാണ് കാശ് പോകുന്നത് അറിയുന്നില്ല. പലപ്പോഴും അവർ പറ്റിക്കപ്പെടുന്നു, പ്രൊഡ്യൂസേഴ്സിന് കാശ് നഷ്ടപ്പെടുന്ന പല ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചോദിച്ചത് ആദ്യമായി ചെയ്യുന്ന ഒരു വെഞ്ചറിൽ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഈ ഒരു ബിസിനസ് മാത്രമല്ല, ഏതൊരു ബിസിനസ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ പല സ്ഥലങ്ങളും പല ഏരിയസ് നമ്മൾ പഠിച്ചു വരുന്ന സമയത്ത് അബദ്ധങ്ങൾ പറ്റും. ചിലത് നമ്മളിപ്പം നെക്സ്റ്റ് ഒരു പ്രൊഡക്ഷൻ ആകുമ്പോൾ എനിക്കറിയാം ആദ്യം എന്താ ചെയ്യേണ്ടത്, സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, തേർഡ് സ്റ്റെപ്പ് എന്താണ്. അത് ഗ്രാജുവലി വരുന്ന ഒരു പ്രോസസ്സ്. അതിൽ നമ്മൾ പറ്റിക്കപ്പെടുകയല്ല, നമ്മുടെ ലേണിംഗ് പ്രോസസ്സിൽ നമുക്ക് അബദ്ധങ്ങൾ പറ്റും. അബദ്ധങ്ങൾ പറ്റിയാലേ അല്ലെങ്കിൽ വീണാലേ പഠിക്കുള്ളൂ. സോ നെക്സ്റ്റ് ഒരു പ്രൊജക്റ്റ് ആകുമ്പോൾ എനിക്കറിയാം കാര്യങ്ങൾ. എന്നോട് ഒരാൾ പറയുമ്പോൾ ഞാൻ പറയാം എന്ന് പറയാം, എനിക്ക് പറയാനുള്ള ഇതുണ്ട്. മറ്റേത് അതെയോ ചേട്ടാ അങ്ങനെയാണോ എന്നേ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് ഐ ഡോണ്ട് നോ ദാറ്റ് ഏരിയ. ഇപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൊഡക്ഷൻ എന്തായാലും ഉടനെ തന്നെ സൂൺ ആഫ്റ്റർ ദിസ് നമ്മൾ അത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് എനിക്ക് ഇത്രയും ഡിഫിക്കൽട്ടി ഉണ്ടാവത്തില്ല. ഡിഫിക്കൽട്ടി ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്,
പക്ഷെ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ മീ, അത്രേ ഉള്ളൂ. പക്ഷേ ഈ കഥയുടെ സ്വഭാവം കൊണ്ട് തന്നെ സെൻസറിലേക്ക് എത്തിയ ആ സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു. സെൻസർ ശരിക്കും പറയണം എന്താ കറണ്ട് സിറ്റുവേഷനിലൂടെ കുറേ അധികം സിനിമകൾക്ക് ഒത്തിരി അധികം വിവാദങ്ങൾ സെൻസർ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. അപ്പൊ ഈ കണ്ടന്റും ഇത് തന്നെയാണ്. അപ്പൊ ഇതിനും ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ സംഭവിക്കുവാനുള്ള പേടിയുണ്ടായിരുന്നു. ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ആ കണ്ടന്റ് ഇപ്പൊ പറഞ്ഞ ഒരു മൂവി ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതെന്തിനായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത് ഇത് ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണെന്ന് പോലെ അറിയില്ല. ഇപ്പം സിനിമ വളരെ നന്നായി ഞങ്ങളുടെ ഒപ്പം ഇറങ്ങുന്ന സിനിമകളിലൊന്നാണ്. അപ്പൊ അത് വളരെ നന്നായിട്ട് ഓടട്ടെ, ഓൾ ദി ബെസ്റ്റ് ഫോർ ദ ടീം. പക്ഷെ എന്നാലും ഞാൻ ഇപ്പൊ പറയുന്നത് എനിക്ക് മനസ്സിലായി സെൻസർ ബോർഡിലാണോ ഇത് എവിടെയാണോ ഈ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അതൊക്കെ ഒരു തെറ്റാണോ എന്ന് എനിക്കതിലൊരു ഐഡിയ ഇല്ല. ബിക്കോസ് മേ ബി എൻ്റെ അറിവില്ലായ്മ ആയിരിക്കാം. അതുപോലെ തന്നെ പക്ഷെ ഈ ഒരു സെൻസർ ബോർഡിലേക്ക് നമ്മുടെ ചിത്രം പോയപ്പോഴും ഞാൻ വിചാരിച്ചു എവിടേക്കോ കട്ടൊക്കെ കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ വിചാരിച്ച അത്രയും കിട്ടിയില്ല, എന്നാലും കിട്ടി. പടം കണ്ടവർക്കറിയാം, 3-4 സ്ഥലത്ത് മ്യൂട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഡയലോഗ്. പക്ഷെ നമുക്ക് മനസ്സിലാവും ഇതായിരിക്കും പറഞ്ഞത്. അപ്പൊ അത് കണ്ടിട്ട് കൃത്യമായിട്ട് ഇതായിരുന്നു എന്ന് ഞങ്ങൾ അറിയിക്കുന്നവർക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കുന്നുണ്ട്. ബ്രോ, ഇതിലെ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പടത്തിലെ ടൈലൻഡിൽ ഒരു സീൻ വരുന്നുണ്ടായിരുന്നു. അത് ടൈറ്റിലിന് ഡയറക്ടർ കാർഡും പ്രൊഡ്യൂസർ കാർഡും കഴിഞ്ഞിട്ട് വരുന്ന ഒരു സീക്വൻസ്. അത് ആക്ച്വലി അങ്ങനെ ആയിരുന്നില്ല. അത് കുറച്ച് കട്ടും മുറിയിലൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ പോയതല്ലേ. അല്ല, അത് നാട്ടുകാരെ കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള കട്ട് ചെയ്യിപ്പിച്ചത്. അപ്പൊ പ്രസ് മീറ്റ് വിളിച്ച് അത് വിളിച്ചു പറയോ. എനിക്കൊരു കാര്യം അറിയാം. പണ്ട് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള ആർ.കെ. ലക്ഷ്മണന്റെ കാർട്ടൂണിസ്റ്റുകൾ നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും അല്ലെ. ആർ.കെ. ലക്ഷ്മൺ, അതായത് ഇന്ത്യയുടെ പോവേർട്ടി, ദാരിദ്ര്യമൊക്കെ ഇത്രയും മനോഹരമായിട്ട് എടുത്തു കാണിച്ച ഒരു കാർട്ടൂണിസ്റ്റ് വേറെ ഇല്ല. അദ്ദേഹം ആർ.കെ. ലക്ഷ്മൺ എഴുതുന്ന എല്ലാ സാധനവും സർക്കാസമായിട്ടും ഒരു തമാശ രൂപേണ എടുത്തിരുന്ന ഒരു നാടാണ് നമ്മുടെ. അന്ന് ഏറ്റവും കൂടുതൽ അദ്ദേഹം വിമർശിച്ചിരുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെയായിരുന്നു. ഏറ്റവും കൂടുതൽ. അപ്പോ അദ്ദേഹം ഒരു സമയത്ത് അദ്ദേഹത്തെ വിമർശിക്കാതിരുന്നപ്പോ ജവഹർലാൽ നെഹ്റു നേരിട്ട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഇപ്പൊ എനിക്ക് എന്റെ പ്രശ്നങ്ങളൊന്നും മനസ്സിലാവുന്നില്ല, നിങ്ങൾ എന്താ എന്നെ ഒന്നും കളിയാക്കുന്നില്ലേ, അല്ലെങ്കിൽ കാട്ടു മറക്കുന്നില്ലേ എന്ന് ചോദിച്ച ഒരു നാടാണ് നമ്മുടെ. ആ നാട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോ ഇതിനെ പറ്റി സംസാരിക്കുന്നത്. താങ്ക് യു. എന്തായാലും സിനിമ വലിയൊരു ഹിറ്റായി മാറട്ടെ. ഒരുപാട് സിനിമകൾ, ഒരുപാട് കഥാപാത്രങ്ങളെ കാണാൻ സാധിക്കട്ടെ. ഈ പ്രൊഡക്ഷനിൽ ഒരുപാട് സിനിമകൾ ഇനി വരട്ടെ. പോകുന്നതിന് മുമ്പ് നിങ്ങളിലേക്ക് തന്നെ മുകളിലിരിക്കുന്ന മറ്റേ ചേട്ടന്മാരെ എല്ലാവരും ഇവരിലേക്കൊന്ന് ക്യാമറ തിരിക്കണം. എന്നിട്ട് പറയണം, ആക്ച്വലി ഈ സിനിമ എത്ര പേര് കണ്ടു? ഇതില് കണ്ടിട്ടുണ്ട്. ജെന്യുവനായിട്ട് ഇത് നന്നായി ഓടും, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നിയവരൊന്ന് കൈവയ്ക്കും. യെസ്, താങ്ക് യു. അപ്പൊ ബാക്കിയുള്ളവര് കാണാത്തവർ ഇന്ന് തന്നെ കാണുക. ബാക്കിയുള്ളവര് കണ്ടവര് വളരെ സന്തോഷം, നന്ദി. ഇത് എല്ലാവരിലേക്കും എത്തിക്കുക. കാരണം അപൂർവത്രന്മാര് ഒരു കോമഡി എന്റർടൈനർ മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ചിരിയുടെ ഒപ്പം തന്നെ നന്നായി ചിന്തിക്കാനുള്ള ഒരു വിഷയം കൂടിയുള്ള സിനിമയാണ്. താങ്ക് യു. അല്ല, തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി എല്ലാവരും ഇത് കാണണം കേട്ടോ. കാരണം ആരതിയെ പോലെ പുതുതായിട്ട് സിനിമയിലേക്ക് വരുന്ന പ്രൊഡ്യൂസേഴ്സ് ഉറപ്പായിട്ടും പ്രോത്സാഹിക്കപ്പെടേണ്ടവരാണ്. കാരണം അവരിങ്ങനെ ഒരു ഉദ്യമത്തിന് മുതിരുന്നതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്നതും നമുക്ക് എല്ലാവർക്കും മാത്രമല്ല നിങ്ങൾക്കടക്കം, അല്ലെ? ശരിയല്ലേ? അപ്പൊ നമ്മൾ അന്യോന്യം നിലനിൽക്കുന്നത് ഇതുകൊണ്ടാണ്. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും, അല്ല ഞാൻ പ്രേക്ഷകരോടാണ് പറയണം, നിങ്ങളോടല്ല, എല്ലാവരും തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ പോയി കാണണം. ഉറപ്പായിട്ടും നിങ്ങളെ എന്റർടൈൻ ചെയ്യിക്കും. ഇതൊരു ഫുള്ളി പാക്ഡ് എന്റർടൈനർ ആണ്. ഈ പറഞ്ഞ വിഷയം എന്നൊക്കെ പറഞ്ഞ് നേരത്തെ നമ്മൾ ഇങ്ങനെ തൊട്ടും തൊടാതെ പറയുന്ന കാര്യം പക്ക കോമഡി രീതിയിലാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ സാഹചര്യങ്ങൾ, ആ സിറ്റുവേഷൻ കാണുമ്പോൾ നമുക്ക് എല്ലാവരും ചിരി വരും. തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണണം. താങ്ക് യു.